അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, മഹാമോശമാണല്ലോ ബി ജെ പിയുടെ പ്രകടനം. പന്തളത്ത് മൂന്നാമതായി, കയ്യിലിരുന്നതൊക്കെ പോയി. പിന്നെ തിരുവനന്തപുരത്തൊരു കുതിപ്പ്. ഇതാണ് ശ്രീ റെജി ലൂക്കോസിൻ്റെ വിലയിരുത്തൽ. മറ്റേ രാംകുമാർ സാർ പറഞ്ഞതിനോട് അദ്ദേഹം യോജിക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്തെ കാര്യം നമുക്കറിയാം. കൊല്ലത്ത് 6 നിന്നും 12 ആയി, കൊച്ചിയിൽ 5 എന്നുള്ളത് 6 ആയി, തൃശ്ശൂർ 6 എന്നുള്ളത് 8 ആയി, കോഴിക്കോട് 7 എന്നുള്ളത് 13 ആയി. ഇവിടെ വളരെ നിഷ്പക്ഷമായിട്ട് പറയാമല്ലോ, ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക രാഷ്ട്രീയം ചർച്ച ചെയ്തപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു. ഗതികെട്ടിട്ടാണ് മനുഷ്യന് 9.5 വർഷക്കാലത്തെ പിണറായി വിജയൻ ഭരണത്തിന് അവസാനം അവർ കഴിഞ്ഞ ദിവസം ഇന്നലെ മണിസഖാവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇവർക്ക് പെൻഷനെല്ലാം മേടിച്ചിട്ട് ഞങ്ങളെ ചതിച്ചു, ഇവരുടെ തറവാട്ടിൽ നിന്ന് വല്ലതും കൊണ്ടുവന്ന എന്നുള്ള നിലയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ, അതിനകത്ത് ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ ആളിക്കത്തി. അവിടെ മികച്ച സ്ഥാനാർത്ഥിമാരെ കണ്ടെത്താൻ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാം, തിരുവനന്തപുരത്ത് ജനം കണ്ടത് ഞങ്ങളെയാണ്. മറ്റ് ഇപ്പോൾ കോഴിക്കോട് ജനം കണ്ടത് ആരാണ് ഇടതുപക്ഷത്തെ അവിടെ കൂടുതൽ പ്രതിരോധിക്കുന്നതെന്ന് നോക്കിയപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിനാണ് അവർ കണ്ടത്. ഇവിടെ തിരുവനന്തപുരത്ത് CPM ഉം കോൺഗ്രസും ഒറ്റ കൈയായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. എന്ത് വില കൊടുത്തും തിരുവനന്തപുരത്ത് BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനാണ് കോൺഗ്രസ് പ്രഗത്ഭരെ, അതായത് മുൻ MLA മാരെ ഉൾപ്പെടെ ഇറക്കി മത്സരിപ്പിച്ചു. ആ മത്സരിപ്പിച്ചുവെങ്കിൽ തന്നെയും അതിൽ തിരിച്ചടി നേരിട്ടത് യഥാർത്ഥത്തിൽ CPM-നായിപ്പോയി. CPM കൊണ്ടുവന്നത് ആ വോട്ട് പിടിച്ചു മാറ്റി BJP-യെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ ആസൂത്രിതമായി ഇവർ ഒരുമിച്ച് പ്ലാൻ ചെയ്തൊരു കാര്യം, അത് CPM-ന് വിനയായി മാറുകയാണ് ചെയ്തത്. മറ്റൊന്നുമല്ല, ജനം ഏറ്റെടുത്ത, ഞാനൊരു കാര്യം സംഘടനാ ശേഷി കൊണ്ട്, ഇവിടെ ഞാൻ ഒരു അവകാശവാദത്തിന് വേണ്ടി പറയുന്നതല്ല, സംഘടനാ ശേഷി കൊണ്ട് BJP-യുടെ 4-1 കേരളത്തിൽ ഇന്ന് കോൺഗ്രസ്. പക്ഷേ അവിടെ എന്നാ പറയുന്നത്, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ കൂടുതൽ മുഖങ്ങൾ കോൺഗ്രസ്സിനുണ്ടായതുകൊണ്ട് തന്നെ പലപ്പോഴും ജയത്തിൽ പല കാര്യങ്ങളിലും ജയത്തിൻ്റെ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ CPM-നെതിരാണെന്ന് ആരാണ് മികച്ച സ്ഥാനാർത്ഥി എന്ന് മാത്രം നോക്കി കുത്തിയതാണ് കോൺഗ്രസ്. അല്ലാതെ കോൺഗ്രസ് ഒരു സംഘടന, ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ നിയോജക മണ്ഡലത്തിൽ, എൻ്റെ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ 8 പഞ്ചായത്ത് എടുത്താൽ ആ 8 പഞ്ചായത്തിലും ശരിക്കും BJP CPM തമ്മിലാണ് മത്സരം ഉണ്ടായത്. പക്ഷേ അവിടെ 4 പഞ്ചായത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. എങ്ങനെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ അവിടെ കോൺഗ്രസിലേക്ക് അത് പോകാൻ കാരണമെന്ന് പറയുന്നത് നമ്മുടെ BJP-യുടെ ദുർബലമായ സ്ഥാനാർത്ഥികളുണ്ടായ സ്ഥലങ്ങളിൽ നിന്നും അവർ കോൺഗ്രസ് എന്ന ചോയ്സ് എടുത്തു. നേരെ വെച്ച് BJP-ക്ക് നല്ല സ്ഥാനാർത്ഥികളുള്ളിടത്തെല്ലാം BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞില്ല, ഞാൻ 15% വോട്ട് വർധനവ് എൻ്റെ ബ്ലോക്ക് ഡിവിഷനിൽ BJP-ക്ക് ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ തൊട്ടുകൂടായ്മ മാറുകയും അതിനപ്പുറത്തേക്ക് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിയിട്ടുണ്ട് കേരളത്തിൽ. അതിൻ്റെ കൈ നനയാതെ മീൻ പിടിച്ചു കോൺഗ്രസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇപ്പോൾ രാംകുമാർ സാർ പറഞ്ഞൊരു വലിയ ഫാക്ടർ, അതിലേക്ക് അദ്ദേഹം പറയുന്നതിന് മുമ്പ് ഞാൻ പറയേണ്ടതായിരുന്നു ആ വിഷയം. കാരണം കേരളത്തിലെ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിഡൻറ്റ് കൃത്യമായി സൂചിപ്പിച്ചു, ഞങ്ങൾ മുന്നണി ഘടകകക്ഷിയാകുന്നതിനെക്കുറിച്ച് പോലും ഞങ്ങൾ ആലോചിക്കുന്നു എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എല്ലാ കാലത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ സഹായം മേടിക്കാത്ത പിണറായി വിജയനൊന്ന് റിയാസിനോടാണ് പറഞ്ഞത്, മുഹമ്മദ് റിയാസിനോടാണ് പറഞ്ഞത്, വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് അമ്മായിയച്ചനോട് ചോദിക്കണം, ഞങ്ങളുടെ സഹായം വാങ്ങിച്ചിട്ടില്ലേ എന്ന് ചോദിക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന സാഹചര്യം ഉണ്ടായി. അവരുടെ സഹായം മേടിക്കാത്ത ഏക രാഷ്ട്രീയ പാർട്ടി BJP-യാണ്. BJP-യുടെ എന്നുമുള്ള നിലപാടതാണ്. രാജ്യവിരുദ്ധ സംഘടനകളുടെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടനയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാനോ അവർ വോട്ട് മേടിക്കാനോ BJP ഇല്ല എന്നുള്ള നിലപാട് അന്നും ഇന്നും BJP സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലപാടിൽ ഉറച്ച് നിന്നുകൊണ്ട് കോൺഗ്രസ്സിന് പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു അവസരത്തിൽ? എത്രയോ ഇഷ്യൂസ് ഇവിടെ ഉണ്ടായി. മുനമ്പം മുതൽ ഒരു വർഷത്തിനിടയിൽ 6-7 ഇഷ്യൂസ് ഉണ്ടായപ്പോൾ എവിടെയെങ്കിലും SDP-യെ പോലും ഈടെ ഒരു DYFIയുടെ ആംബുലൻസ് SDP കത്തിച്ചിട്ട് പോലും ആംബുലൻസ് കത്തിച്ച ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നത്. അവിടെയും SDP എന്നുള്ള പേരെഴുതാൻ ഭയമാണ് CPM-ന്. അതുപോലെ തന്നെയാണ് കോൺഗ്രസ് ഇവിടെ നമ്മുടെ പള്ളുരുത്തി സെൻറ് തീരേസ സ്കൂളിൽ അവിടെ പോയി SDP പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ ജനപ്രതിനിധിയായ ഹൈബിയുടൻ ഉൾപ്പെടെ അവിടെ വന്നിട്ട് ഒരു വാക്ക്, ആ സ്കൂൾ അടയ്ക്കാൻ കാരണമായ SDP എന്ന സംഘടനയെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ അവർ കൂട്ടാക്കിയില്ല. എറണാകുളത്തൊക്കെ പരസ്യമായ ബന്ധമായിരുന്നു.
പരസ്യമായി എല്ലാ BJPയുടെ ശക്തിക കേന്ദ്രങ്ങളിൽ മുഴുവൻ കറക്റ്റായിട്ട് എങ്ങനെയും BJPയെ തോൽപ്പിക്കുക എന്നുള്ള വലിയ അജണ്ടയാണ് നടപ്പിലാക്കിയത്. ഇന്നലെ ഞാൻ പറയുള്ളൂ, ഇന്നലെ ഇരാറ്റുപേട്ടയിൽ ഒരു സീറ്റിൽ BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ 22 വോട്ടിനാണ് അവിടെ പരാജയം ഉണ്ടായത് BJP. ആ പരാജയമുണ്ടായ ആ ഒറ്റ സീറ്റുള്ള ആ ഒരു സീറ്റിലെ സ്കോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സീറ്റിൽ പരാജയപ്പെട്ടപ്പോൾ അവിടെ CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചത്. അവരോടൊപ്പം കോൺഗ്രസും കൂടി ആ പ്രകടനത്തിൽ. എന്താ, BJP ഇവിടെ താമര വിരിഞ്ഞില്ല. അപ്പോൾ ആ അജണ്ടയിൽ കോൺഗ്രസ് മാത്രമല്ല, അവിടുത്തെ SDPയും കൂടി ജമാഅത്തെ ഇസ്ലാമിയും കൂടി ആ പ്രകടനത്തിൽ, ആ സ്ഥാനാർത്ഥിയും കൊണ്ട് നടന്ന പ്രകടനത്തിൽ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇതിനെല്ലാം BJPയുടെ വളർച്ചയെ തടയുക എന്നുള്ള വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഇപ്പോൾ CPMൽ നിന്നും ആ വോട്ട് ഷിഫ്റ്റ് ചെയ്ത് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. നാളെ അത് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യും, സംശയമില്ല. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇവർ രണ്ടുപേരും വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് വേണ്ട മതി എന്ന് പറയുന്നൊരു കാലഘട്ടത്തിലേക്ക് അത് പോകും. പക്ഷേ എനിക്കിപ്പോഴും പറയാനുള്ളത് ഇവിടുത്തെ ഇത് അപകടമാണ് എന്ന് സമസ്ത പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സമസ്ത പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗിനോട് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധം മുസ്ലിം സമുദായത്തിന് ആപത്താണ് എന്ന് പറഞ്ഞ സംഘടനയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും എടുത്ത് തോളത്ത് വെച്ചിട്ടുള്ളത്. ഇത് തിരിഞ്ഞു കടിക്കുന്ന കാലം വിദൂരമല്ല, അത് ഉറപ്പാണ്.